വോയിസ് ഓവർ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ 2004 ഞാൻ റേഡിയോ തുടങ്ങുന്നത്. 2001 മുതൽ ഞാൻ വോയിസ് ആർട്ടിസ്റ്റ് ആണ്. ഇതുവരെ 27,000 കമേഴ്ഷ്യൽസ്, അതുകൂടാതെ കോർപ്പറേറ്റ് വീഡിയോസ്, ഡോക്യുമെൻ്ററീസ്, പിന്നെ ഇൻട്രൊഡക്ടറി വീഡിയോസ്, ആങ്കറിങ് വീഡിയോസ്, അങ്ങനെ പലതിനും വോയിസ് ചെയ്തിട്ടുണ്ട്. സീരിയൽ ഡബ് ചെയ്തിട്ടുണ്ട്, സിനിമ ഡബ് ചെയ്തിട്ടുണ്ട്, OTT ഫിലിംസ് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ഡ്യൂൺ ഉൾപ്പെടെയുള്ള സിനിമകൾ ഡബ് ചെയ്തിട്ടുണ്ട്, സിനിമയ്ക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ പല രീതിയിൽ വോയിസ് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ പോപ്പുലർ ആയിട്ടുള്ള വോയിസ് ഓവേഴ്സ് ഐ വുഡ് സേ ഏറ്റവും കൂടുതൽ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് മലബാർ ഗോൾഡിൻ്റെ പരസ്യത്തിലാണ്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ് എന്ന് കേട്ടിട്ടുണ്ടാവും. ആസ്റ്റർ, കെയർ ബിയോണ്ട് ബൗണ്ടറീസ്, ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ, പിന്നെ അൽഫർദാൻ എക്സ്ചേഞ്ച്, അങ്ങനെ കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ക്ലബ് FM 94.3. അപ്പോൾ അത് യു ആർ ലിസ്ണിംഗ് ടു ക്ലബ് FM 94.3, അങ്ങനെ പല വേരിയേഷൻസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദുബായിൽ കേട്ടിട്ടുള്ള റേഡിയോ മെയ് 100.3, അല്ലെങ്കിൽ ഹിറ്റ് 96.7 FM, ദുബായ്സ് ഓൺ. അങ്ങനെ അക്കാലം തൊട്ട് ദുബായിൽ കേട്ടിട്ടുള്ള ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുള്ള കുറേ വോയിസസ് എൻ്റെ വോയിസ് തന്നെ ആയിരിക്കും. പിന്നെ ഐ എം ഹാപ്പി ടു ബി എ വോയിസ് ആർട്ടിസ്റ്റ്. അത് എത്ര കാലം കഴിഞ്ഞാലും എൻ്റെ ഉള്ളിലെ വോയിസ് ആർട്ടിസ്റ്റിനെ എടുത്ത് പുറത്ത് കളയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ല, നല്ലൊരു ബുക്കാണ്. അല്ല, എനിക്ക് എന്താണ് എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് സമയമൊന്നും കിട്ടിയിട്ടില്ല, വീട്ടിലൊന്നിച്ച് നിൽക്കേണ്ട ഒരു അവസരങ്ങൾ വന്നിട്ടില്ല. ഏട്ടന് ഏട്ടൻ്റെതായ ഒരു ജോലിയും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ. ഇനി സമയം കിട്ടുമ്പോൾ ഒന്ന് വിശദമായിട്ടൊന്ന് കാര്യമായിട്ടൊന്ന് കുക്ക് ചെയ്യിപ്പിക്കണം. കുക്കിംഗ് എന്ന് പറയുന്നത് ഒരു പാഷനാണ്. അത് എല്ലാവർക്കും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈ പാഷനകത്ത് ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മയുടെ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ ആ കുക്ക് ചെയ്യുന്ന ആ രീതിയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുക്കിംഗ് പഠിച്ചു തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൽ ഉപ്പ് നാക്കുകൊണ്ട് ടേസ്റ്റ് ചെയ്യാതെ ഉപ്പുണ്ടോ എന്നറിയുന്ന രീതി അത് അമ്മൂമ്മ പറഞ്ഞു തന്നതാണ്. പിന്നെ ഞാൻ ആദ്യം കുക്കിംഗ് ഒക്കെ വേണ്ടതെന്ന് പറഞ്ഞാൽ അമ്മൂമ്മ ജിലേബി ഉണ്ടാക്കുന്നതും ബർഫി ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ സ്വീറ്റ്സ് ഉണ്ടാക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. ഇപ്പോഴും കേസരി ഉണ്ടാക്കുന്നത് ചേച്ചിയുടെ കല്യാണ നിശ്ചയത്തിനും കേസരി ഞാനാണ് ഉണ്ടാക്കിയത്. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ കുഞ്ഞുമക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേസരി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കറി വെക്കാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ബേസ് കുക്കിംഗ് പഠിച്ചിട്ടുള്ള രീതി ആയത് കാരണം കടലക്കറി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കറികളുടെ ഇത് ഒരു ഷോ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ചെയ്തില്ല. വൈ ടു കുക്ക് എന്നൊരു ഷോ, ഹൗ ടു കുക്ക് അല്ല, വൈ ടു കുക്ക്, എന്തിനാണ് നമ്മളിങ്ങനെ കുക്ക് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ഷോ ചെയ്യണം എന്നുണ്ടായിരുന്നു. മേ ബി എന്തെങ്കിലും സമയം കിട്ടുമ്പോൾ അത് ചെയ്യുമായിരിക്കും. ബെസ്റ്റ്. നല്ല അഭിപ്രായമാണ്. എന്താണ്, അല്ല, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് താടി. ഞാൻ കാണുമ്പോൾ തന്നെ താടി ഉണ്ടായിരുന്നല്ലോ. ഇനിയിപ്പം പ്രത്യേകിച്ച് എല്ലാവരും പറയുന്ന പോലെ അത് വെട്ടിക്കളയൂ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാനിത് കണ്ടിട്ടാണ് ഞാൻ എന്താണ് കല്യാണം കഴിക്കാൻ സമ്മതിച്ചത്. എന്താണ് പിന്നെ കുറേയൊക്കെ പൊട്ടിപ്പോയതിൻ്റെ ഒരു സങ്കടമുണ്ട്. കുറേ പൊട്ടിപ്പോയി, അതിൻ്റെ സങ്കടം ചെറുതായിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്കിപ്പോൾ പറയും, ഏട്ടാ നമുക്ക് കുറച്ച് താടി ഈ പത്തരമാറ്റി കഴിയട്ടെ, അപ്പം എന്തായാലും സീരിയൽ ചെയ്യല്ലേ, അപ്പം അതൊന്ന് കഴിഞ്ഞിട്ട് ലുക്കൊക്കെ ഒന്ന് മാറ്റി കൊണ്ടുവരാൻ സമ്മതിച്ച നടക്കും. അങ്ങനെ എനിക്ക് എന്നോട് താടിയില്ലാതെ എന്നെ ഐഡന്റിറ്റി ഇല്ലാന്നൊന്നുമില്ല. ഞാൻ താടിയില്ലാതെ കുറെ കാലം ഉണ്ടായിരുന്നു. എന്നെ പണ്ട് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് താടിയുള്ള എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു ബന്ധമില്ലാത്ത പോലെയാണ് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അറിയത്ത് പോലുമില്ല. അപ്പോൾ താടി ഒരു കുറച്ചു കാലത്തേക്ക് ഇപ്പോൾ കണ്ടിന്യൂറ്റി കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഓക്കെ, ഈ ഒരു ലുക്കിൽ കൊണ്ടുവരണം. ഇനിയിപ്പോ പത്തരമാറ്റി കഴിയട്ടെ. അപ്പൊ അല്ല, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നേരത്തെ. പിന്നെ അതിന് വളർന്നു ഇങ്ങനെ മറ്റേ ഏതോ സിനിമയിൽ പറയുന്ന പോലെ താടി ബോധമാണ്, അത് വളരട്ടെ. ഈ പത്തരമാറ്റി ഉള്ളതുകൊണ്ടാണ് അത് കട്ട് ചെയ്യാത്തത്. കണ്ടിന്യൂറ്റി അല്ലേ കഷ്ടപ്പെടുന്നത്. താടി ഒരുപാട് ആണുങ്ങളല്ല കേട്ടോ, പെണ്ണുങ്ങൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒത്തിരി ഇഷ്ടമാണ്, അയ്യോ താടി ഉള്ളതാണ് ലുക്ക് എന്നൊക്കെ. എല്ലാവരും കണ്ണു പൊട്ടിട്ടാണോ എന്തോ കുറെ പൊട്ടി പോവാണ്. കുഞ്ഞുമോള് നോക്കുന്ന ആൾക്കാരെയും പറയും ആ താടിയുള്ള ചേട്ടനെ കാണും. എനിക്കപ്പോ സഡൻ നോക്കും, താടിയുള്ള ചേട്ടനോ. വിമർശനങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് കിട്ടിയാലും വിമർശിക്കും. അതായത് അമ്മയെ തല്ലിയ രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്ന പോലെ
താടി വെച്ചാലും കുറ്റം പറയും, വെച്ചില്ലേലും കുറ്റം പറയും. കല്യാണം കഴിച്ചാലും കുറ്റം പറയും, കഴിച്ചില്ലേലും കുറ്റം പറയും. കുട്ടികളെ ചേർത്ത് പിടിച്ചാലും കുറ്റം പറയും, ചേർത്ത് പിടിച്ചില്ലേലും കുറ്റം പറയും. ആഹാരം കഴിച്ചാൽ കുറ്റം, വിളമ്പിയാ കുറ്റം, കഴിച്ചില്ലേ കുറ്റം, വിളമ്പിയില്ലേ കുറ്റം. എന്തെടുത്താലും കുറ്റം പറയുന്ന ഈ ജനങ്ങളോട് എനിക്ക് എന്ത് പറയാൻ? എനിക്ക് താടി പ്രശ്നമില്ല, കുഞ്ഞുമോൾക്ക് താടി പ്രശ്നമില്ല, ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ളത് നിങ്ങൾക്ക് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇല്ല, നിങ്ങൾക്ക് അത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഇതിനിടയിൽ പൊങ്കാലയുടെ സമയത്ത് നമ്മള് ഫാമിലി ഫോട്ടോ എടുത്ത സമയത്ത് അതിനകത്ത് ഒരു കമന്റ് വന്നു, എന്താണ് ആ മോളെ ഒന്ന് ചേർത്ത് പിടിക്കായിരുന്നു. അങ്ങനെ ഒരു കമന്റ് അയച്ചായിരുന്ന? അതന്നെ, കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തും കമന്റ് ചെയ്യാം. ഓക്കെ, അതൊരു രോഗമാണ്, മാറിക്കോളും. അത് സോഷ്യൽ മീഡിയയിലുള്ള ഹെയ്റ്റും എന്റെ വർക്കും തമ്മിൽ എന്താ ബന്ധം? ആക്ഷൻ എന്ന് പറയുമ്പോൾ അഭിനയിക്കാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ആക്ടറാണ്. ഒരു ക്യാൻവസ് തന്നിട്ട് കയ്യിൽ ബ്രഷും പെയിന്റും കയ്യിലുള്ളപ്പം ഒരു പടം വരയ്ക്കാൻ പറ്റിയാൽ ഞാൻ പെയിന്ററാണ്. ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി ചെല്ലുമ്പം അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കമന്റ് ചെയ്ത് വായിച്ചിട്ട് ഞാൻ അങ്ങ് ബോധം കെട്ട് വീണ് ഞാൻ ക്ലാസ് എടുക്കാതെയോ പെയിന്റ് ചെയ്യാതെയോ ഒക്കെ ജീവിക്കാതെ ഇരിക്കാൻ പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ കോടതിക്ക് പോകും, എങ്ങനെ പേഷ്യൻസിന് നോക്കും? ഈ കമന്റ്സിലൊന്നും ഒന്നും ആവുന്നില്ല. അത് നിങ്ങളും കൂടെ അറിയണം, ഒന്നും ആവത്തില്ല. നിങ്ങൾ ഇത് കമന്റ് ചെയ്യും, നിങ്ങൾ കുറെ നേരം ഇരുന്ന് കണ്ടിട്ട് ഞങ്ങൾക്ക് ഇത് കാണാനേ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുന്ന ആൾക്കാരോടാ പറയണേ. അപ്പൊ പിന്നെ എന്തിനാ കണ്ടത്? മണ്ടത്തരല്ലേ? അല്ല, കുഞ്ഞുമോക്ക് കമന്റ് ഒക്കെ വായിക്കണം. അതൊരു ചെറിയ ഞാൻ വായിക്കും, ഞാൻ വായിച്ച് അപ്പം തന്നെ ഷെയർ ചെയ്യും.